ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മാത്സ്, അതായത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ 2018 സംതിങ് നമ്മുടെ പഴയ പാറ്റേണിലെ ക്വസ്റ്റ്യൻ ആയിരുന്നേ. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഒരു സോളിഡ് ക്യൂബ് ഉണ്ട്. സോളിഡ് ക്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും എന്താണ്, സ്ക്വയർ ആണ്. ഓക്കെ, 8 സെൻറ്റിമീറ്റർ ആണ്. ഇത് ഡയഗണലിൽ വെച്ച് കട്ട് ചെയ്യുന്നു. 4 പീസസ് ആയിട്ട് നമുക്ക് കിട്ടണം. ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് ഈച്ച് പീസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു ക്യൂബ് വരച്ചു. ഈ ക്യൂബിന് എന്ത് ചെയ്യണം, 4 ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യണം. അതെങ്ങനെ കട്ട് ചെയ്യണം നോക്കിക്കേ. ഇങ്ങനെ കട്ട് ചെയ്തു. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ താഴെയും വരെയും അത് എത്തത്തില്ലേ. അപ്പോൾ ആദ്യം 2 പീസായിട്ട് മുറിച്ചു. ഇനി എന്ത് ചെയ്തു, ഇങ്ങനൊരു ക്രോസ് ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ മൊത്തം എത്ര ആയിട്ട് മാറും, അത് 4 പീസായിട്ട് മാറും. ഇതൊരു 3D ഷേപ്പാണ്, 4 പീസായിട്ട് മാറും. ഓക്കെ, 4 പീസായിട്ട് മാറും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ ഈ ഒരു 4 പീസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ഷേപ്പില്ലേ, ഇതിൻ്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ആദ്യം എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ മുകളിൽ ഈ കാണുന്ന ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഈ കാണുന്ന ട്രയാങ്കിൾ അത് 2 ഉണ്ടാവും, കാരണം ഇവിടെ ഉണ്ടല്ലോ. പിന്നെ ഈ പറയുന്ന സ്ക്വയറിൻ്റെ ഒരു സൈഡ് ഉണ്ടാവും, ശരിയല്ലേ. സ്ക്വയറിൻ്റെ ഒരു സൈഡ് ഞാൻ കുറച്ച് വേറൊരു കളറിൽ മാറ്റി വരയ്ക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഈ ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ സൈഡ് ഉണ്ടാവും, ഈ ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ സൈഡ് ഉണ്ടാവും. ഓക്കെ, അതാണ് ഈ ഒരു പോർഷൻ. പിന്നെ ഇവിടെ കാണത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ പീസ് 2 ഉണ്ടാവും. എങ്ങനെ, ഇങ്ങനത്തെ ഒരു റെക്റ്റാങ്കിൾ പീസ് ഉണ്ടാവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതുപോലെ നേരെ അപ്പുറത്തെ സൈഡിലും കാണാൻ പറ്റും. ഇതിലിപ്പോൾ കാണിക്കാൻ പറ്റൂല, ഇപ്പുറത്തെ സൈഡിൽ താഴോട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ അത്രയും പീസാണ് ഇതിനകത്ത് വരുന്നത്, ശരിയാണല്ലോ. അത്രയും പീസാണ് ഇതിനകത്ത് വരാൻ പോകുന്നത്. ഇനി നമുക്ക് ഓരോന്നിൻ്റെ അതിൽ ലെങ്ത് വെച്ച് പിടിക്കാം. ഇതിപ്പോൾ എന്താണ്, ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണലാന്ന് പറഞ്ഞൂടെ. സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണലാന്ന് പറഞ്ഞൂടെ. അപ്പോൾ ഇത് 8ഉം ഇത് 8ഉം ആണെങ്കിൽ ഇത് എത്ര വരും, 8√2. എത്ര വരും, 8√2. അപ്പോൾ ഇത് 8√2 ആണെങ്കിൽ ഇതെത്ര വരും, ഇത് വരാൻ പോകുന്നത് സ്ക്വയറിൻ്റെ ഡയഗണൽ ബൈസെക്റ്റ് ചെയ്യും. അത് സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ത് ചെയ്യും, ബൈസെക്റ്റ് ചെയ്യും, പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 4√2ഉം ഇതും 4√2ഉം വരും. ഓക്കെ, 4√2ഉം 4√2. അപ്പോൾ ഈ ഒരു പോർഷൻ ലെങ്ത് എത്ര കിട്ടുമല്ലോ, 4√2. ഇനിയിപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ആദ്യമേ നമുക്ക് ഈ ഒരു പോർഷൻ്റെ ഏരിയ, സ്ക്വയറിൻ്റെ ഏരിയ എടുത്താൽ മതി. അതായത് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്താ, സ്ക്വയറിൻ്റെ ഏരിയ 8ൻ്റെ സ്ക്വയർ. ഇനി നമ്മൾ ഈ ഒരു സ്ക്വയർ എടുത്തിട്ട് അതിനെ ഡയഗണലി ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ 4 ഈക്വൽ ഏരിയ ഉള്ള ട്രയാങ്കിൾ കിട്ടും. 4 ഈക്വൽ ഏരിയ ഉള്ള എന്ത് കിട്ടും, ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ 4 ഈക്വൽ ഏരിയ ഉള്ള ട്രയാങ്കിൾ അല്ലേ, അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയയുടെ 4/1 ഭാഗമായിരിക്കും ഓരോന്നിൻ്റെ ഏരിയ. അപ്പം നമ്മളിവിടെ നോക്കുവാണെങ്കിൽ താഴെ അങ്ങനത്തെ ഒരു ട്രയാങ്കിൾ കിടപ്പുണ്ട്, മുകളിൽ അങ്ങനത്തെ ഒരു ട്രയാങ്കിൾ കിടപ്പുണ്ട്. അപ്പം 2 ഇൻറ്റു 2 ഓക്കെ, പ്ലസ് ഇനിയിപ്പോൾ എന്താ ഉള്ളത്, ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ, ഈ പച്ച കളറിൽ കളർ അടിച്ചിരിക്കുന്ന ഈ 3D ഫിഗറിൽ പച്ച കളറിൽ കളർ അടിച്ചിരിക്കുന്ന പോർഷൻ ഉണ്ട്, അത് ഏകദേശം ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരിക്കും. അതെന്തായിരിക്കും, റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരിക്കും. നിവർത്തി വെച്ച് കഴിഞ്ഞാൽ റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരിക്കും. അതിൻ്റെ ഒരു സൈഡ് 8 എന്ന് പറഞ്ഞ് കിട്ടും. ഒരു സൈഡ് എത്രയാണ്, കാരണം ഈ ഒരു ലെങ്ത് 8 ആണ്, ഈ ഒരു ലെങ്ത് 4√2 ആണ്. അങ്ങനത്തെ 2 പീസ്, അപ്പോൾ ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്ര വരും, 8√2ഉം 8 എന്ന് പറഞ്ഞ് കിട്ടും. 8√2ഉം 8ഉം ഇതാണ് അതിൻ്റെ ഏരിയ വരാൻ പോകുന്ന. ഇൻറ്റു 2 ചെയ്യുമ്പോൾ അവിടെ ഒരു 2 കൂടി വരില്ലേ, അപ്പോൾ 8√2. ഇനി ഒന്ന് ചെയ്തെടുക്കാം. 64, 32, 64√2. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് എത്രയാണ്, 96, 64√2. 32 വേണമെങ്കിൽ കോമൺ ആയിട്ട് വെളിയിലെടുക്കാം അല്ലേ. അപ്പം 3+2√2, 3+2√2. ഈ ഒരു ഫോർമാറ്റിലായിരുന്നു നമ്മുടെ ആൻസർ ഉണ്ടായിരുന്നത്. ഇതായിരുന്നു നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്.